ഇത് ചേർത്തലയിലെ സെന്റ് മേരീസ് പാലം. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളും മനുഷ്യരും വിവിധ ആവശ്യങ്ങൾക്കായി വന്നുപോയിരുന്ന ഇവിടം ഇപ്പോൾ ശ്മശാന തുല്യമാണ്. താലൂക്ക് ആശുപത്രി, ആയുർവേദ ആശുപത്രി, നഗരത്തിലെ 3 സുപ്രധാന സ്കൂളുകൾ, KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ, എക്സൈസ് ഓഫീസ് എന്നിവയുടെ എല്ലാം മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് പാലം പുനർനിർമ്മാണത്തിനായി പൊളിച്ചു മാറ്റിയിട്ട് ഏതാണ്ട് 1 വർഷത്തിലേറെയായി. പദ്ധതി നിർവഹണത്തിലെ സ്തംഭനാവസ്ഥയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പൊതുജനം പങ്കുവയ്ക്കുന്നു. ഇവിടെ ഒരു പാലം എന്തിനാണ് പൊളിച്ചതെന്ന് ആരോടും ചോദിക്കരുത്. എല്ലാവരും പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ എന്തിനാണ് ഈ പാലം പൊളിച്ചതെന്നുള്ളത്. അതിനിലേക്കൊന്നും കിടക്കുന്നില്ല. ഞങ്ങളുടെ കച്ചവടക്കാരുടെ കാര്യം പറയാം. ഈ ജംഗ്ഷനിൽ ധാരാളം ബസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. ആ ബസ് സർവീസ് നിന്ന് പോയി കഴിഞ്ഞ 1.5 വർഷമായിട്ട്. ഇപ്പോൾ ഈ 2-3 മാസമായിട്ട് നടക്കുന്നത്. 1 മാസം മുമ്പ് ഇവിടെ കാണപണി എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ വെട്ടിക്കുഴിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ആരും വരുന്നില്ല. അതിനിടയ്ക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇവിടെ ജപ്പാൻ പൈപ്പ് പൊട്ടി, അതായത് ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ പൈപ്പ് ഇട്ടതിൻ്റെ കൊടുത്ത് ജപ്പാൻ പൈപ്പ് പൊട്ടി ഇവിടെ വലിയൊരു കുളം പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തേക്ക് മനുഷ്യരൊന്നും വരുന്നില്ല. ഈ സൈഡിലുള്ള കച്ചവടക്കാരുടെക്കിടേക്ക് ആരും വരുന്നില്ല. കച്ചവടം തീരെ മോശമാണ് കഴിഞ്ഞ 1.5 വർഷത്തോളമായി. ഇതാണ് എനിക്ക് വളരെ ചുരുക്കി പറയാനുള്ളത്. ഇതുങ്ങൾ ഈ കട കൊണ്ടാണ് ജീവിക്കുന്നത്, സർവീസ് കൊണ്ടാണ്. ഇപ്പോൾ ഈ വണ്ടികളൊന്നും യാത്ര ചെയ്യാത്തത് കൊണ്ട് കിഴക്കുന്നുള്ള കച്ചവടം ഒന്നും കിട്ടുന്നില്ല. അതുപോലെ അർത്തിങ്കേന്ന് ഈ ബസ്സുള്ളപ്പോൾ അർത്തിങ്കേന്ന് ബസ് ഈ ഇവിടെ നിർത്തുന്നത്, അത് ഇവിടെ നിർത്തിയ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്ത് അങ്ങനെ പോകണം. അങ്ങനെ ഇപ്പോൾ ബസ് ഓട്ടോ ഇല്ല, 2 വീലർ പോലും പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. ഞങ്ങളിവിടെ അങ്ങനെ വെളി പോലെ ഇരിക്കുകയാണ്, ഒരു കച്ചവടവും ഇല്ല. ഈ ഹരിതകർമ്മ സേനയ്ക്ക് പോലും ഞങ്ങൾ ഇവിടെ നിന്ന് മാസം തോറും കൊടുക്കണം. അന്നേരം അവർ വരുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പ്ലാസ്റ്റിക് പോലും കിട്ടണില്ല. അവർ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങളോട് വഴക്കുണ്ടാക്കി. ഇങ്ങനെ ഹരിതകർമ്മ സേന വന്നേ അവർക്ക് കിട്ടേണ്ടതല്ലേ, നിങ്ങൾ 2-3 സ്ത്രീകൾ വന്നാണ് ഇത് കഷ്ടപ്പെടുന്നത്. ഇവിടെ വരുമ്പോൾ കൊടുക്കാനില്ല. അന്നേരം അവർ പറയണത് നിങ്ങൾക്ക് നോട്ടീസ് തരും, അത് തരും, ഇത് തരും, 10,000 രൂപയ്ക്ക് നോട്ടീസ് തരും. ഞാൻ പറഞ്ഞ സഹോദരി, ഇവിടെ ഒന്നും തരാനില്ല, ഞങ്ങളും വെറുതെ കുത്തിയിരിക്കുകയാണ്, ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കണവരാ. 1.5 വർഷമായി നമ്മുടെ സെന്റ് മേരീസ് പാലം പൊളിച്ചിട്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ ഇതെല്ലാം വെട്ടിക്കുടിച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ നോക്ക്, ഇവിടെ ഒരു കുഞ്ഞു പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നില്ല. വീട്ടിൽ വെറുതെ കുത്തിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ ഒന്ന് കട തുറക്കും, കട തുറന്ന് വൈകുന്നേരം പൂട്ടിപ്പോകുന്നൊരവസ്ഥയാണ്. ഒരു കച്ചവടമില്ല, വെറുതെ കുത്തിയിരിക്കുക. ഇപ്പോൾ തന്നെ നോക്ക്, ഇവിടെ എല്ലാം ആരെങ്കിലും ഉണ്ട്, ഒരു കുഞ്ഞു പോലും ഇല്ല. മറ്റേ സ്കൂൾ കുട്ടികളെങ്കിലും ഇതിലേക്ക് വരുമായിരുന്നു. ഇപ്പോൾ അവരും ഇല്ല. പൂട്ടിയിട്ടും വീട്ടിലിരിക്കാൻ പറ്റാത്ത കാരണം വന്ന് തുറത്തിരിക്കും. എത്രയും പേരുള്ള ഒരു പരിപാടി കണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെയുള്ള കുറേ കച്ചവടക്കാരൊക്കെ ഞങ്ങൾ എല്ലാം മൊത്തം പൂട്ടി വീട്ടിൽ പോയിരിക്കേണ്ടതായിട്ട് വരും. ഞങ്ങളുടെ കുടുംബമൊക്കെ പട്ടിണിയാവും. പാലത്തിൻ്റെ ആണെങ്കിൽ ഇത്ര നാളും ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടാണെങ്കിലും ജനം പോലും ഈ വഴി വരുന്നില്ല. അതിനിടയ്ക്കാണ് കാണാൻ ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നത്. അവരൊന്ന് പിന്നെ ഗേൾ പൈപ്പിൻ്റെ ഒന്ന് ഇതുകൊണ്ട് അതിന് വെറുതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരിക്കുക, വീട്ടിലേക്ക് പോയി. ഇതാണ് ജീവിതം. മൊത്തം ദാരിദ്ര്യത്തിലേക്കായി. ഇവിടെ 3-4 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ വർക്കില്ല. അവർക്ക് കാരണം ആരെങ്കിലും കയറി വന്നിട്ട് വേണം അവർക്കാണെങ്കിലും കൊടുക്കേണ്ടത്. ഞാനിവിടെ ചേർത്തല സെൻറ്റ് മേരീസ് ജംഗ്ഷനിൽ ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്നതാണ്. ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിയൽസാണ് ചെയ്യുന്നത്. ഏകദേശം 1.5 വർഷമായിട്ട് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന വാഹനങ്ങളോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ സെൻറ്റ് മേരീസ് ജംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖല മൊത്തം സ്തംഭിച്ച് കിടക്കുകയാണ്. നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇതിന് ഇത്രയും വേഗം നമുക്ക് എന്തെങ്കിലും ഒരു അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിച്ചുള്ളൂ. മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ചേർത്തല പട്ടണത്തിൽ ആകെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ വരികയാണെങ്കിൽ ഇതിൽ അപകടം ഉണ്ടാകും. ഇരുമ്പ് പാലമെന്ന് വെച്ചാൽ ആകെ തകർന്നിരിക്കുകയാണ്. അതിലെ ഒരു ബസ്സും ഒരു ലോഡ് വണ്ടിയും കയറി പോകാൻ പറ്റില്ല. അത് എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് അതും കൂടി വീഴണമെങ്കിൽ നമ്മുടെ കിഴക്കോട്ടുള്ള യാത്ര പിന്നെ 50 രൂപ ജനത്തിനോട് വാങ്ങേണ്ടി വരും ആശുപത്രി പോകുമ്പോൾ. ഇതാകുമ്പോൾ 40 മതിയായിരുന്നു. അങ്ങനെ ധനനഷ്ടം ഉണ്ടാവുന്നുണ്ട്. ഹൈവേ കൂടെ പോകണം, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ചുറ്റിക്കറങ്ങി പോകണം. സാധാരണ അരൂക്കുറ്റി, കോട്ടയം തുടങ്ങിയ അങ്ങോട്ട് ഓടുന്ന വണ്ടികളെല്ലാം പിന്നെ ഇതിലൂടെയായിരുന്നു വന്നിട്ടിരുന്നത്. സെൻറ്റ് മേരീസ് പാലത്തിൽ കൂടി വന്നത്. ഇപ്പോൾ എല്ലാ വണ്ടികളും ഇപ്പം ഇരുമ്പ് പാലവും കൂടി ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാ വണ്ടിയും കൂടി പടയണി പാലത്തിൽ കൂടി വരുമ്പോൾ അത് ഇടക്കിടക്ക് നമുക്ക് തന്നെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് നമുക്ക് തന്നെ പല പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുതന്നെയല്ല, ഇപ്പോൾ പുട്ടത്ത് അങ്ങാടി തുടങ്ങുന്നതിൻ്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പ്രൈവറ്റ് ബസ് ഒഴികെയുള്ള വാഹനങ്ങൾ ഈ പടയണി പാലത്തിലൂടെ സഞ്ചരിക്കരുതെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ 1-2 മിനിറ്റൊക്കെ ഗ്യാപ്പിനൊക്കെ വന്നതായിരിക്കും വണ്ടി. ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 വീലറുകാരും ഈ എല്ലാ വണ്ടിയും കൂടി അങ്ങോട്ട് വരണമുണ്ട്. നമുക്ക് ചിലപ്പോൾ സമയത്ത് സ്റ്റാൻഡിലെത്താനും പറ്റാതെയും. മേരീസ് പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീരുവാണെങ്കിൽ ഇതിന് കുറച്ചെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബസ് സമയത്ത് ഒക്കെ തെറ്റി വഴക്കും കാര്യങ്ങളുമാണ്. വൈകിട്ട് സമയങ്ങളിലൊക്കെ ഭയങ്കര ബ്ലോക്ക്.
ഇപ്പോൾ വർഷം 2 ഈ പാലം ഇങ്ങനെ പൊളിച്ച് ഇവിടെ ഇട്ടിട്ട് ഒരു ആശുപത്രി കണ്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാർ തന്നെ വലഞ്ഞാണ് പോകണം. കാരണം വഴിയൊന്നുമില്ല, അങ്ങോട്ട് പോകാൻ കിഴക്ക് കുറേയൊക്കെ കറങ്ങി ചില ചാല് പൊട്ടിപ്പോവുകയാണ്. നമുക്ക് അവിടെ തിരിഞ്ഞു വരാൻ പറ്റില്ല. ഗേറ്റഡേ എല്ലാം കാര്യം കഴിഞ്ഞ് ഇവിടെ കൂടി വരാൻ നേരത്ത് ബ്ലോക്കാണ്. ഈ പാലം ഇതിപ്പോൾ പൊളിച്ചിട്ടിട്ട് ഒരു പണിയും ചെയ്യാതെ അങ്ങനെ കിടക്കുകയാണ്. അടുത്ത അവിടെ ആ പാലം അടച്ചു വെച്ചിട്ട് അത് ഇപ്പോൾ 2-3 വണ്ടി വന്ന് അത് ഇടിച്ച് പൊളിച്ചത് അതും പോയി. സെൻറ് മേരീസ് പാലം പൊളിച്ചിട്ട് ഏതാണ്ട് 1 വർഷത്തിനപ്പുറം ആയിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂൾ ഈ പാലത്തിൻ്റെ തൊട്ടടുത്താണ്. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഈ പാലത്തിൻ്റെ ഈ ഒരു അവസ്ഥ ഏത് രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പ്രത്യേകിച്ച് സെൻറ് മേരീസിലെ വിദ്യാർത്ഥിനികളാണ്. 1300ഓളം പിള്ളേർ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. സ്കൂൾ ബസ് വന്നു കഴിഞ്ഞാൽ കയറി വരാനായിട്ടുള്ള പ്രയാസം, മറ്റ് വാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുവന്നാക്കുമ്പോൾ രാവിലെ എല്ലാം ഭയങ്കര പാടാണ്. അങ്ങോട്ടേക്ക് പോകാനേ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ വളച്ചാണ് പോകേണ്ടി വരുന്നത്. പാലം പൊളിക്കുന്നതിന് മുൻപ് പ്രൈവറ്റ് ബസ് കോടതിക്കവലയിൽ നിന്ന് നേരെ വന്ന് ഈ പാലം കയറി ഇറങ്ങിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ ഒരു സ്ഥിതിവിശേഷം അല്ല ഉള്ളത്. മാത്രമല്ല ബസ് റൂട്ടും ഇതിലേ ഇല്ല, വാഹനങ്ങൾക്കും പോകാനായിട്ട് സാധിക്കുന്നില്ല. വലിയ ഒരു തിരക്കും അതുപോലെ ഒറ്റയടിപ്പാത പോലെ നടന്നു പോകാനുള്ളൊരു മാത്രമാണ് ഒരു വഴി അവിടെ ഉള്ളത്. അതിനേക്കാൾ ഉപരി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് നോക്കിയാലും പടിഞ്ഞാറോട്ടേക്ക് പോകാനാവില്ല. ഈ റോഡിൻ്റെ ആ എൻഡും പൊളിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വാഹന സൗകര്യം ഒട്ടും ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത് ഇവിടെ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ വേദിയായിരുന്നു. ഈ സ്ഥാപനവും 2 സ്റ്റേജുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ധാരാളം പേര് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എത്തിയത്. വണ്ടി പാർക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനോ എല്ലാം വലിയ ഒരു ബുദ്ധിമുട്ടാണ് ആ അവസരത്തിലും ഉണ്ടായത്. തുടർന്ന് NMMS പരീക്ഷയുടെ സെൻറ്ററായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് കുട്ടികൾ വന്നത്. സംസ്കൃത പരീക്ഷ ഇവിടെയായിരുന്നു. വിവിധ സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. എല്ലാം കൊണ്ടും ഭയങ്കര തിരക്ക്, യാതൊരു വിധത്തിലുള്ള സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ കുറച്ച് അധിക നാളുകളായിട്ട് വലിയൊരു പ്രയാസമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്കൂൾ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു പരാതി ഫോർവേഡ് ചെയ്യുക, അതിനനുസരിച്ച് റെസ്പോൺസ് കിട്ടുകയോ ചെയ്തിട്ടുണ്ട്? സ്കൂൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ എന്തുകൊണ്ടാണ് പണി നടക്കാത്തത് എന്നുള്ള വിവരം ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അവരൊരു മറുപടി ആ സമയത്ത് ലഭിച്ചത്? വാട്ടർ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഉതകുന്ന തരത്തിലല്ല അത് പണിതിരിക്കുക. അത് വീതി കൂട്ടി പണിയണമെന്നോ പൊക്കവും കൂട്ടണം, അല്ലാണ്ട് അത് പണിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും പണി കോൺട്രാക്ടർ പറഞ്ഞു കേട്ടത് ഈ അടുത്ത കാലത്തൊന്നും ഇനി പണി നടക്കാനുള്ള സാധ്യതയില്ല, അതുകൊണ്ട് പണി നിർത്തിപ്പോവുകയാണ് എന്നുള്ള തരത്തിലാണ് പറഞ്ഞു കേട്ടത്. പിന്നെ എല്ലാ ദിവസവും തന്നെ ഇവിടെ പോലീസ് വൈകുന്നേരവും രാവിലെയൊക്കെ ആയിട്ട് ഈ ഹെൽമെറ്റ് വയ്ക്കാത്തവരെയും അതുപോലെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി മിക്കപ്പോഴും ഇവിടെ ഉണ്ടാകും. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴും ഒരു കേസിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പണി ഉടനടി തുടങ്ങാനുള്ള സാധ്യത ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിന് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഒരു വഴി ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ, അതിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതും അപ്പുറത്ത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് 2 വീലറുകൾക്ക് പോലും പോകാനായിട്ട് വലിയ പ്രയാസമാണ്. ഈ ഒരു അവസ്ഥയിൽ എന്താണ് സാറിന് ആവശ്യപ്പെടുക അല്ലെങ്കിൽ റിക്വസ്റ്റ്? എത്രയും പെട്ടെന്ന് ഒന്ന് പണി പൂർത്തിയാക്കി തന്നാൽ വലിയ ഉപകാരമാണ്. ഒരു 23 വർഷമായിട്ട് നടത്തുന്ന സ്ഥാപനമാണിത്. ആശുപത്രി അടുത്തുണ്ട്. ആശുപത്രിയിലുള്ളവർക്ക് മരുന്ന് എത്തിക്കുക, അവിടെ കിടക്കുന്നവർക്കും വരുന്നവർക്കൊക്കെ മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന 2 കടകളാണിത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ പാലം പൊളിച്ചതുകൊണ്ട് ഈ വളരെ അവശരായിട്ടുള്ള രോഗികൾക്ക് ഇവിടെ വരാനോ ഒരു ഓട്ടോ വരാനോ ഒന്നും ഒരു സൗകര്യമില്ല. തിരിച്ചു പോകാനും അവർക്കൊരു ഓട്ടോ പോലും കിട്ടുന്നില്ല. അപ്പോൾ അത് ഈ പാലം പൊളിച്ചതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് ഞങ്ങളും ഇവിടെ വരുന്ന ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇവിടെ ആശുപത്രിയിൽ വരുന്നതിനും, ഈ ആശുപത്രി മാത്രമല്ല അപ്പുറത്തെ ഗവൺമെൻറ് ആശുപത്രി പോകുന്നതിനും ഇവിടെ ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കച്ചവടത്തെ ഇത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സുഗമമാക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഗവൺമെൻറ്റും പോകണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും അഭ്യർത്ഥനയും. 10 മാസത്തെ കാലയളവിൽ ഇത് തീർക്കാമെന്നുള്ളൊരു ഇതിലാണിത് പൊളിച്ചത്. സത്യത്തിൽ ഈ പാലം അല്ലായിരുന്നു പൊളിക്കേണ്ടിയിരുന്നത്, അപ്പുറത്തെ ഇരുമ്പ് പാലമായിരുന്നു പൊളിക്കേണ്ടിയിരുന്നത്. അതിന് ഞാൻ ഒരു മുൻ കൗൺസിലറും വൈസ് ചെയർമാനുമാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ. ആലപ്പുഴയിൽ വികസന സമിതി കൂടുമ്പോഴൊക്കെ ഇതിൻ്റെ അപേക്ഷകൾ വരികയും ഇതിന് ഈ ഇരുമ്പ് പാലത്തിനുള്ള ഫണ്ട് വരെ അനുവദിച്ചതാണ്. പക്ഷേ
എന്താ കാരണമെന്നറിയില്ല, ഇതാണ് പൊളിച്ചത്. ഈ പാലം പൊളിക്കേണ്ട ഒരു അടിയന്തര ഘട്ടമൊന്നും ഇല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് 10 മാസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി. ഇതുവരെ അതിൻ്റെ പണി നടക്കുന്നില്ല. ഈ സെൻറ്റ് മേരീസ് പാലം ഏതാണ്ട് ഒരു 20-25 വർഷത്തിന് മുമ്പ് രണ്ടാമത് പണിതൊരു പാലമാണ്. പോട്ടെ, നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ പാലം പണിതു എങ്കിൽ പോലും അത് ഉണ്ടാക്കിയിട്ടുള്ള ഭവിഷ്യത്തുകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ഈ പരിസരവാസികളോടൊപ്പം തന്നെ ഈ ചേർത്തലയിലുള്ള മുഴുവൻ നിവാസികളും അനുഭവിച്ചു കൊണ്ടിരിക്കുക. ബിസിനസ് മേഖല മുഴുവൻ തകർന്നു. സ്കൂൾ കുട്ടികൾക്കോ അതിലുള്ള അധ്യാപകർക്കോ സമയത്തിനോ കാലത്തിനോ എത്താൻ പാടില്ലാത്ത ഒരവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് പല പ്രാവശ്യവും നേരിട്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ട് പോലും ഉടൻ പണി തീർക്കും എന്നാണ്. അത് ഈ പാലത്തിനെതിരല്ല, പാലം പണി എത്രയും വേഗം തീർന്ന് ഈ നാടിൻ്റെ വികസനം, ഈ പരിസരവാസികളുടെ ഈ പരിസരം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, പിന്നെ സിവിൽ ലൈൻ, ഇവിടെയെല്ലാം ജനങ്ങൾ 2 പ്രധാനപ്പെട്ട സ്കൂളുകൾ നിൽക്കുന്ന ഒരു ഏരിയ, എക്സൈസ് ഓഫ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഈ മേഖലകളെല്ലാം ജനങ്ങൾ ഇന്ന് വളരെ ഒരാൾ ഇവിടെ വന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടം വരെ വന്നിട്ട് ജനം തിരിച്ചു പോവുകയാണ്. ഈ അടുത്ത ദിവസം തന്നെ ആംബുലൻസിൽ ഒരാളെ ഇവിടം വരെ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, പാലം പണിക്കെതിരല്ല, നാടിൻ്റെ വികസനത്തിനെതിരല്ല, പക്ഷേ അത് എത്രയും വേഗം ജനങ്ങൾക്ക് ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി എത്രയും വേഗം എടുത്ത പണികൾ തീർക്കാനുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ ഭരണാധികാരികൾ എത്രയും വേഗം നടത്തണം. അതല്ലെങ്കിൽ അതിനെ ശക്തമായി എതിർക്കാൻ പരിസരവാസികൾ തീരുമാനിച്ചിരിക്കുക.